ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ റീസ്റ്റോർ എടുക്കാൻ വേണ്ടി മേടിച്ച ഒരു കാറിൻ്റെ എഞ്ചിൻ റൂം ക്ലീനിങ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ കാണുന്ന ഒരു ലിക്വിഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലീൻ ലിക്വിഡ് ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും 137 രൂപയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു എഞ്ചിൻ റൂം ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് കറക്റ്റായിട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിലവിലിപ്പം നമ്മുടെ ഈ വണ്ടിയുടെ എഞ്ചിൻ റൂമിൻ്റെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. മിക്കയിടത്തും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എഞ്ചിൻ റൂമിൽ നമുക്ക് വെള്ളമൊന്നും ഉപയോഗിച്ച് എല്ലായിടൊന്നും കഴുകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാൻ. നിലവിലിപ്പം ഇതിൻ്റെ ഒരു എഞ്ചിൻ റൂമിൽ കാണുന്ന പോലെ മിക്കയിടത്തും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഓർത്താണ് ഈ ക്ലീൻ ലിക്വിഡ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നോക്കി എൻ്റെ റിസൾട്ട് കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് എഞ്ചിൻ റൂം ക്ലീൻ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഒരു വാഗനറായിരുന്നു മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ഈ കാണുന്ന പോലെ മിക്ക വണ്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പം എഞ്ചിൻ റൂമൊക്കെ ഈ കാണുന്ന പോലെ ചെടിയെല്ലാം പിടിച്ച് മുഷിയുന്നത്. എഞ്ചിൻ റൂം ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തു നിന്നും വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ രീതിയിലൊക്കെ ആവും. അപ്പോൾ ഈ ഒരു എഞ്ചിൻ റൂം നമുക്കിന്ന് ഇവിടെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്ലീൻ ലിക്വിഡ് മേടിച്ചത്. ഇതിന് 137 രൂപയാണ് ആയത്. ഈ ഒരു സെറ്റപ്പിലാണ് സാധനങ്ങളെല്ലാം കിട്ടിയത്. അപ്പോൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു 50% ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. 200 ml ബോട്ടിലാണ് കിട്ടിയേക്കുന്നത്. അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുക്കാനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഈ കാണുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ആ ഒരു സെറ്റപ്പിൽ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കയ്യിൽ ഗ്ലൗസ് പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇത് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോട്ടൺ വേസ്റ്റ് ആണ്. അതുപോലെ ഈ വണ്ടി നമ്മളിങ്ങനെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ചെയ്ത് നോക്കി റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി മേടിച്ച വണ്ടിയും കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു എഞ്ചിൻ വാൽ കവറിലേക്ക് നമ്മൾ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് എല്ലായിടത്തേക്കും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൂടി ഒന്ന് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ക്ലീൻ ലിക്വിഡ് അപ്ലൈ ചെയ്ത ആ ഒരു കുറച്ച് പോർഷൻസ് മാത്രം ഒരു ഓയിൽ മയം പോലെയൊക്കെ ഉണ്ട്. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. വീഡിയോയിൽ കാണുന്ന ഈ ഒരു സെറ്റപ്പിലാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേറെയുള്ള പാർട്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്യാത്ത എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവറാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് പോലെയും റബ്ബർ പോലെയൊക്കെയുള്ള പാർട്സിൽ നമ്മൾ ഈ ലിക്വിഡ് ഉപയോഗിക്കുമ്പം നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കിവിടെ ഒരു 50% ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എഞ്ചിൻ റൂമിലുള്ള ഇങ്ങനെയുള്ള പാർട്സുകളും അതുപോലെ കേബിളുകളിലൊക്കെ പുറമേയുള്ള സ്ലീവുകൾ അതുപോലെ തന്നെ റബ്ബർ ഹോസുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു ലിക്വിഡാണിത്. അതുപോലെ സെൻസറുകളിലേക്ക് ഓരോ കണക്റ്റുകൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. മെറ്റൽ പാർട്സിൽ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ചെറിയ രീതിയിലൊന്ന് പോളിഷ് ചെയ്ത ആ ഒരു സെറ്റപ്പിലൊക്കെ ഒരു ഓയിൽ മയം ഉണ്ട്. ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴിയുമ്പം എഞ്ചിൻ റൂമിന് കാണാനൊരു മേനയും വൃത്തിയൊക്കെയുണ്ട്. ഇപ്പം ഞാനിവിടെ ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തേക്കുന്ന ഈ ഒരു കോയിലിൻ്റെയും ക്ലീൻ ചെയ്യാത്ത ഈ ഒരു കോയിലിൻ്റെയും രണ്ടിൻ്റെയും വ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്സൊക്കെ ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലീൻ ലിക്വിഡൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇഷ്ടംപോലെ പല കമ്പനികളെയും മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പഴയ വണ്ടികളൊക്കെ വിൽക്കാൻ നേരത്തും പലരും ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് വണ്ടിക്ക് വില കൂട്ടി വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ക്ലീൻ ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പം ഇതുപോലുള്ള പാർട്സൊക്കെ നല്ല പുതിയതുപോലെ ക്ലീൻ ആയിട്ട് വരും. ഇങ്ങനെയുള്ളതൊക്കെ പുതിയ പാർട്സ് മേടിച്ചിട്ടേക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാണ് പലരും വില കൂട്ടി പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ മേടിക്കാൻ പോകുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണോന്നും ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ മേടിക്കുക. വണ്ടിയിലിരിക്കുന്നതെല്ലാം പഴയ പാർട്സൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള ലിക്വിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തിളക്കവും ആ ഒരു പുതുമയൊക്കെയാണ്. അപ്പോൾ എഞ്ചിൻ റൂം എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നോടത്തുള്ളതാണെങ്കിൽ അമിത പ്രദേശയോടെ ആരും ഇങ്ങനെയുള്ള ക്ലീൻ ലിക്വിഡ് മേടിച്ച് പൈസ കളയേണ്ട. വേറെ ക്ലീൻ ലിക്വിഡിൻ്റെ കാര്യം എനിക്കറിയില്ല. ഞാനിവിടെ മേടിച്ചതിൻ്റെ അവസ്ഥ ഈ കാണുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ ഞാനിന്നിവിടെ എന്തായാലും ഈ ഒരു എഞ്ചിൻ റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പോർഷൻസിലൊക്കെയാണ് ഈ ഒരു ക്ലീൻ ലിക്വിഡ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്. ഇതിൻ്റെ എല്ലാം ഇടയ്ക്കെല്ലാം നമുക്ക് തുണി ഉപയോഗിച്ച് വൈപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പോർഷൻസും ക്ലീൻ ചെയ്യുന്നത് കാണിച്ച് വീഡിയോ വലിച്ചു കിട്ടുന്നില്ല. ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു എഞ്ചിൻ റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ടൊന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഈ ഒരു എഞ്ചിൻ റൂം ഈ രീതിയിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ല. ഓരോ സാധനങ്ങളുടെയും ഇടയിലെല്ലാം തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിൽ ഓരോ തുണിയും കുറച്ച് നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിലെല്ലാം നല്ല രീതിയിൽ ചെളിയും കരിയെല്ലാം പിടിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ തുണി ഉപയോഗിക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച് കോട്ടൺ വേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ എളുപ്പമുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടികളിലേക്ക് എഞ്ചിൻ റൂം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്ലീൻ ലിക്വിഡ് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഈ കാണുന്ന പോലെയുള്ള റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ എഞ്ചിൻ റൂമിലുള്ള ഇങ്ങനെ പാർട്സുകൾ മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ട് കാര്യമില്ല. എഞ്ചിൻ റൂം ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുത്തെങ്കിലാണ് ഒന്നും കൂടി കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പാർട്സുകളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് റീപെയിൻറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അടിച്ച് മാറ്റാതെ. അതുപോലെ നമ്മളിന്നിവിടെ എഞ്ചിൻ റൂം ഇത്രയൊക്കെ ക്ലീൻ ചെയ്ത് സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു ബാറ്ററിയും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാറ്ററി ട്രേ ഒക്കെ നന്നായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതുപോലെ എഞ്ചിൻ റൂം പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബ്രഷ് കൊണ്ട്. അതുപോലെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഒരു ബാറ്ററി അടിച്ചെടുത്ത് സ്ഥിതിക്ക് ഒന്ന് ചാർജ് ചെയ്യാൻ അങ്ങോട്ട് ഇട്ടേക്കുവാണ്. ഈ ഒരു ബാറ്ററിയുടെ പുറമേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് ചാർജിന് ഇട്ടേക്കുന്നത്. അതുപോലെ ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു AC ഒരു പൈപ്പ്
ഈ ഒരു പൈപ്പിൽ വയർ ഉരഞ്ഞിട്ട് ഈ ഒരു പൈപ്പ് തേഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു വയറിംഗ് ഇങ്ങനെ എപ്പോഴും ഈ ഒരു പൈപ്പിൽ മുട്ടി നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു പൈപ്പും ഡാമേജ് ആവും. അതുപോലെ ഇതിൽ മുട്ടി നിൽക്കുന്ന ആ ഒരു വയറും ഉരഞ്ഞ അതിൻ്റെ കോട്ടിങ് എല്ലാം പോയി അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള സ്പ്രിംഗ് ഹോസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് ഇലക്ട്രിക് കടകളിലും അതുപോലെ ഹാർഡ്വെയർ ഷോപ്പുകളിലും ഓട്ടോമോട്ടീവ് ഷോപ്പുകളിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. ഞാനിവിടെ മേടിച്ചേക്കുന്നത് 16 mm-ൻ്റെയാണ്. ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഇതിന് 1 മീറ്ററിന് 12 രൂപയാണ് ആയത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്ലെക്സിബിൾ ഹോസ് കുറച്ച് കട്ട് ചെയ്ത് ആ ഒരു AC പൈപ്പിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ വണ്ടിയിലുള്ള വയറിങ്ങിലും എല്ലാത്തിലൊന്നും നല്ല രീതിയിലുള്ള ഇൻസുലേഷൻ ഇല്ല. ജസ്റ്റ് ഒരു ഇൻസുലേഷൻ ടേപ്പ് മാത്രമാണ് ചുറ്റിയേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വയറിംഗ് സെറ്റുകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ സെറ്റ് നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്ത് ഉപയോഗിക്കാം. വാഹനങ്ങളിലെല്ലാം കൂടുതലായിട്ടും ഇലക്ട്രിക് പരമായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ കൂടുതലും വരുന്നത് വയറിംഗ് കിറ്റുകളിലൊന്നും നല്ല രീതിയിലുള്ള ഇൻസുലേഷൻ ഉപയോഗിക്കാതെ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഫ്ലെക്സിബിൾ നടുവേ കീറുവാണ്. നമുക്ക് രണ്ടറ്റത്തോടെയും ഈ ഒരു പൈപ്പ് നേരെ കയറ്റിടാൻ പറ്റില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പൈപ്പ് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടാണ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലെക്സിബിൾ നമ്മളിപ്പോൾ നടുവേ കീറി എടുത്തിട്ടുണ്ട്. ഈ ഒരു AC പൈപ്പിൽ ഞാനിപ്പോൾ സാമ്പിളായിട്ടിട്ട് കാണിക്കുന്നതാണ്. അതുപോലെ AC പൈപ്പിൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്പ്രിംഗ് ഹോസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതേപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലെക്സിബിൾ ഹോസ് ഇതുപോലെ നടുവേ കീറി എടുക്കുകയാണെങ്കിൽ വാഹനങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇൻസുലേഷൻ ഇല്ലാത്ത വയറിങ്ങുകളെല്ലാം ഇതുപോലെ ഇട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയമേ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ എഞ്ചിൻ റൂം കാണാനും അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാവും. അങ്ങനെ നമ്മളിവിടെ ഇതെല്ലാം ഏറെക്കുറെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ബാറ്ററി ട്രേ. ഇത് നമുക്കൊന്ന് റീപെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇതിൽ ബാറ്ററി വാട്ടർ വീണിട്ടാണ് ഇതുപോലെ ഇതിൻ്റെ പെയിൻറ്റൊക്കെ പൊളിഞ്ഞു പോയി ഇതുപോലെ തുരുമ്പൊക്കെ അയക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പെയിൻറ്റ്, പ്രൈമർ, അതുപോലെ പേപ്പറെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം കൂടി നമുക്ക് 237 രൂപയാണ്. പ്രൈമർ 1/2 ലിറ്റർ ഉണ്ട്. ഇത് കൂടുതൽ മേടിച്ചത് നമുക്ക് വേറെ ആവശ്യങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പ്രൈമറേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ടിന്നർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ പ്രൈമർ വേറെ ഒരിടത്തും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതൊന്ന് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുരുമ്പുള്ളിടത്തൊക്കെ നമ്മൾ നേരിട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും പൊളിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ളിടത്തൊക്കെ പ്രൈമർ അടിച്ചിട്ടാണ് പെയിൻറ്റ് അടിക്കാവുള്ളൂ. അതുപോലെ ഞാനിത് അടിച്ചെടുക്കാൻ പറ്റുമോ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അഴിഞ്ഞു വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് വെച്ച് തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷനൊക്കെ ആരും കാണാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ ബ്രഷൊക്കെ ഉപയോഗിച്ച് സ്വയമേ പെയിൻറ്റ് അടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ താല്പര്യം സമയമൊക്കെ ഉള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഇതിൽ നല്ല രീതിയിൽ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് പെയിൻറ്റ് അടിച്ചാൽ മതി. അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈമർ അടിക്കുവാണെങ്കിൽ പൊളിഞ്ഞു പോകില്ല, നല്ല രീതിയിൽ സെറ്റായി കിട്ടിക്കോളും. അതുപോലെ മിച്ചം വന്ന കുറച്ച് പ്രൈമർ ഞാൻ ഇതിലും അടിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം കാണുമ്പോൾ മൊത്തം എനിക്ക് കളർഫുള്ളാക്കാൻ തോന്നുന്നുണ്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത്. അതുപോലെ അടുത്തായിട്ട് ഞാനിവിടെ ചെയ്ത് ഈ വണ്ടിയുടെ ഈ ഒരു സൈഡിലൊക്കെ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ചെയ്ത് ബ്രഷിന് വൈറ്റ് പ്രൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അങ്ങനെ ഇപ്പം ഫൈനലായിട്ട് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ റൂം ഈ കാണുന്ന രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിലടിച്ച പ്രൈമർ നന്നായിട്ട് ഉണങ്ങാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിലവിൽ ഇതിൽ ബാറ്ററി വെക്കാത്തത്. അതുപോലെ ഞാനിവിടെ ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്ന സെൻട്രൽ ലോക്കിൻ്റെ ഈ ഒരു ഹോണും ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇത് ഉപയോഗിക്കുന്നില്ല. ഇതിന് പകരമായിട്ട് ഇതുപോലെയുള്ള ചെറിയ ബസറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ റൂം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഈ രീതിയിലായിരുന്നു. ഇതിനെയാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും നിർദ്ദേശമോ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.